പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൺമണിയുടെ വിവാഹാലോചനയുടെ കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് കൃഷാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്തില്ല എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന് കൃഷ് മനസ്സിലാക്കുകയും ചെയ്യുന്നു. മഹിയും ഈ കാര്യം ഓർമ്മിപ്പിച്ചതിനെ തുടർന്ന് ഒടുവിൽ പുതിയൊരു തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് കൃഷ്. എന്തൊക്കെ സംഭവിച്ചാലും മാനസയെ തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക തന്നെ ചെയ്യും എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന കൃഷ് ഉടൻ തന്നെ ചെന്ന് കണ്ടിരിക്കുകയാണ് കൺമണിയെ. കൺമണിയിൽ നിന്നും ഇത്രയും നാൾ മറച്ചു വെച്ചൊരു കാര്യം തുറന്നു പറയാൻ തന്നെയാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന കൃഷ്, എനിക്ക് കൺമണിയെ ഇഷ്ടമാണ്, കൺമണിയെ വിവാഹം കഴിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് കൃഷ് തമാശ പറയുകയാണോ എന്ന് കൺമണി ചോദിച്ചിരിക്കുകയാണ്. ഞാൻ തമാശ പറയുന്നതായി തോന്നുന്നുണ്ടോ? ഞാൻ തമാശയല്ല, കാര്യമായി പറഞ്ഞതാണ്. ഇത് കേട്ടതിനെ തുടർന്ന് കൃഷിൻ്റെയും മാനസയുടെയും വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞു എന്നും മാത്രവുമല്ല, മാനസ കൃഷിനെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ എന്നുള്ള കാര്യം തന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. അത്രയധികം ഇഷ്ടമാണ് കൃഷിനെ മാനസയ്ക്ക്. അതുകൊണ്ട് തന്നെ മാനസയെ ചതിക്കാൻ ഞാൻ തയ്യാറല്ല. ഇത് കേട്ടതിനെ തുടർന്ന് മാനസയ്ക്ക് മാത്രമാണ് ഇങ്ങോട്ട് ഇഷ്ടമുള്ളത്, എനിക്ക് മാനസയെ ഇഷ്ടമല്ല. പിന്നെ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട് മാത്രമാണ്. അല്ലായിരുന്നുവെങ്കിൽ ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ലായിരുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് ഞാനൊരു വെറും ജോലിക്കാരി മാത്രമാണ്. എന്നോട് കൃഷിൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ജോലി ചെയ്ത് പോയാൽ മാത്രം മതിയെന്ന്. കൂടുതൽ കാര്യങ്ങളിൽ ഇടപെടരുത് എന്നുള്ള നിർദ്ദേശവും തനിക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു പ്രണയത്തിൻ്റെ കാര്യം ആലോചിക്കുന്നത് പോലും തെറ്റാണ്. വീട്ടിലുള്ള ആരും തന്നെ ഈ കാര്യം അംഗീകരിക്കാൻ പോകുന്നുമില്ല എന്ന് പറയുകയും ചെയ്യുന്നു. മാത്രവുമല്ല, തൻ്റെ വിവാഹത്തിൻ്റെ കാര്യവും ഇപ്പോൾ അടുത്തു വരികയാണ്. എനിക്കും വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ സാധിക്കുകയില്ല. കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് കൊണ്ട് ഇരുകൂട്ടർക്കും നല്ലത് മാത്രമാണ് വരിക എന്ന് കൃഷ്ണനോട് കൺമണി അറിയിക്കുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് കൺമണിയും തന്നെ കൈവിടുകയാണോ എന്ന് ചോദിക്കുന്ന കൃഷ്, കൺമണി തൻ്റെ പ്രണയം ഉപേക്ഷിക്കുകയാണ് എങ്കിൽ തൻ്റെ ജീവിതത്തിൽ മറ്റൊരു ഹോപ്പില്ല എന്ന് വ്യക്തമാക്കുകയും അതുകൊണ്ട് തന്നെ ഇനി മരണം മാത്രമാണ് മുന്നിലെന്ന് പറയുകയും ചെയ്യുന്നു. കൺമണിയെ അത്രയധികം ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഈ കാര്യം ഞാൻ തുറന്നു പറഞ്ഞത്. കൺമണിയുടെ ക്യാരക്ടർ അത്ര അടിപൊളിയാണ്, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ ഇഷ്ടപ്പെടില്ല. ഒരുപാട് സ്ത്രീകളെ കണ്ടതാണ് ഈ കൃഷ്, പക്ഷേ അവരോടൊന്നും തോന്നാത്ത ഒരു റെസ്പെക്റ്റ് എനിക്ക് നിന്നോട് തോന്നി. അതാണ് ഞാൻ വന്ന് പറഞ്ഞത്, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. നിന്നോടുള്ള സ്നേഹം എന്നും എൻ്റെ മനസ്സിൽ തന്നെ കാണും. നിന്നെ അത്രയധികം ഞാൻ ഇഷ്ടപ്പെടുന്നു. നിന്നിൽ നിന്ന് ഒരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എനിക്ക് അനുകൂലമായ മറുപടിയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ് അവിടെ നിന്ന് പോകുന്നു. ഇതോടെ കൺമണി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോയിരിക്കുകയാണ്. കൃഷിനോട് നോ പറയണോ എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നു. മാത്രവുമല്ല, മാനസയുടെ ജീവിതം താൻ തകർക്കുമോ എന്നും തന്നെ കൃഷിൻ്റെ അമ്മയും അച്ഛനും അംഗീകരിക്കുമോ എന്നുമുള്ള ചോദ്യം മുന്നിൽ വന്നു നിന്നതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിലാണ് കൺമണി. ഇതേ തുടർന്ന് വീട്ടിലേക്കെത്തുന്ന കൺമണിയുടെ ഭാവമാറ്റം കാണാൻ ഇടയാകുന്ന ശ്രീനിവാസൻ എന്താണ് പറ്റിയത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. മറുപടി പറയാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് കൺമണി ഉണ്ടായിരുന്നത്. ഒന്നുമില്ല എന്ന് പറഞ്ഞ് കൺമണി ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷേ അങ്ങനെ അല്ല കാര്യങ്ങൾ.
എന്ന് തനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് ശ്രീനിവാസൻ അറിയിച്ചതിനെ തുടർന്ന് ഇല്ല അച്ഛ, അത് അച്ഛൻ്റെ തെറ്റിദ്ധാരണയാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് കൺമണി പോയിരിക്കുകയാണ്. പക്ഷേ ഇതേ തുടർന്നാണ് ഗൂഗിൾ കൺമണിയെ കാണാൻ ഇടയാകുന്നത്. ഗൂഗിൾ മുന്നിലേക്ക് വരികയും എന്താണ് അപ്പ ഇങ്ങനെയിരിക്കുന്നത് എന്ന് ചോദിക്കുകയും ഒരു കാര്യം പറയാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇതോടെ ഓഫീസിൽ വെച്ച് ഒരു സംഭവമുണ്ടായി എന്ന് വ്യക്തമാക്കുകയാണ്. കൺമണി തന്നെ കാണുന്നതിനായി ക്രിഷ് സാർ വന്നിരുന്നു. ഇതേ തുടർന്ന് തന്നെ ഇഷ്ടമാണ് എന്നും വിവാഹം കഴിക്കണം എന്നുമുള്ള കാര്യമാണ് ക്രിഷ് സാർ തന്നോട് പറഞ്ഞത്. ഇത് കേൾക്കുന്ന ഗൂഗിൾ ആകെ ഞെട്ടിപ്പോകുന്നു. ക്രിഷ് സാറോ, അങ്ങനെ വരാൻ സാധ്യതയുണ്ടോ? ഇത് ചോദിച്ചതിനെ തുടർന്ന് അത് ശരി തന്നെയാണ്, ഞാനും അത് തന്നെയാണ് ആലോചിച്ചത്. പക്ഷേ ക്രിഷ് സാർ വളരെ സീരിയസ് ആയിട്ടാണ് തന്നോട് കാര്യം പറഞ്ഞത്. ക്രിഷ് സാറിൻ്റെ വിവാഹം മാനസ മാഡവുമായി ഉറപ്പിച്ചതല്ലേ, പിന്നെ എങ്ങനെയാണ് ഇത്? അത് തന്നെയാണ് എന്നെയും കുഴയ്ക്കുന്ന ക്വസ്റ്റ്യൻ. എനിക്കും മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് ക്രിഷ് സാർ അങ്ങനെ പറഞ്ഞതെന്ന്. ആദ്യം വിചാരിച്ചു അയാൾ എന്നെ കളിപ്പിക്കുകയാണ് എന്ന്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. അയാൾ വളരെ സീരിയസ് ആയിട്ടാണ് തന്നോട് കാര്യങ്ങൾ പറഞ്ഞത്. അപ്പയുടെ മനസ്സിലെന്താണ്? ക്രിഷ് സാറിനെ അപ്പയ്ക്ക് ഇഷ്ടമാണോ എന്ന് വ്യക്തമാക്കാൻ ഗോകുൽ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് എനിക്ക് അയാളോട് ദേഷ്യമൊന്നുമില്ല എന്ന് കൺമണി തുറന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യമാണ് ബാക്കിയാകുന്നത്. ക്രിഷിൻ്റെ അമ്മയും അച്ഛനും എനിക്ക് എതിര് തന്നെയാണ്. മാത്രവുമല്ല, ഈ കാര്യം ഇവിടെ അറിഞ്ഞാലും പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഇനി ഒരു തീരുമാനം എടുക്കേണ്ടത് അപ്പയാണ് എന്ന് ഗോകുൽ അറിയിക്കുന്നു. മാത്രവുമല്ല, അപ്പയുടെ ഒരു രീതി വെച്ച് അപ്പയ്ക്ക് ക്രിഷ് സാറിനെ ഇഷ്ടമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ന് അറിയിക്കുകയും ചെയ്തത് കൺമണിയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഇതോടെ പിറ്റേന്ന് കൺമണിയെ കണ്ട് എന്താണ് കൺമണിയുടെ തീരുമാനമെന്ന് ക്രിഷ് ചോദിച്ചതിനെ തുടർന്ന് കൺമണിയാകെ പകച്ചു പോകുന്നു. ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.